വിവാദങ്ങളും കോടതി നടപടികളും നേരിട്ട രണ്ടാം ഊഴം എംഡിയുടെ സ്വപ്നം പോലെ സാക്ഷാത്കരിക്കും. മഹാഭാരതത്തിൽ ഭീമന്റെ കഥ പറയുന്ന എംഡിയുടെ നോവൽ രണ്ടാം ഊഴം മരണത്തോളം എത്തിയ ജീവിതത്തിൽ നിന്നും തിരിച്ചുവരവുണ്ടായ ശേഷം എംഡി എഴുതിയതായിരുന്നു. രണ്ടാം ഊഴത്തിന്റെ ദൃശ്യ സാക്ഷാത്കാരം എംഡിയുടെ സ്വപ്നമായിരുന്നു. മോഹൻലാലിനെ നായകനാക്കി എംഡി മലയാളത്തിലും ഇംഗ്ലീഷിലും രണ്ടാം ഊഴത്തിനും തിരക്കഥയൊരുക്കി. 5 മണിക്കൂറോളം നീളുന്നതായിരുന്നു തിരക്കഥ. സംവിധായകൻ ശ്രീകുമാർ മേനോനുമായുണ്ടായ കോടതി വ്യവഹാരത്തെ തുടർന്ന് സിനിമ സാക്ഷാത്കരിക്കപ്പെടുമോ എന്ന ആശങ്ക നിലനിന്നിരുന്നു. എന്നാൽ കോടതിയിൽ നിന്നും അനുകൂല വിധി നേടിയ ശേഷം ചിത്രത്തിന്റെ ചർച്ചയിലായിരുന്നു എംഡി. ഈ മാസം സംവിധായകനെ സംബന്ധിച്ച് എംഡി തന്നെ പ്രഖ്യാപനം നടത്താനിരിക്കെയാണ് അസുഖം മൂർച്ഛിച്ചതും ഈ ലോകത്തോട് വിട പറഞ്ഞതും. എന്നാൽ രണ്ടാമൂഴം സിനിമയാക്കാനുള്ള എല്ലാ സാധ്യതയും ഒരുക്കിയാണ് എംഡി യാത്രയായത്. 2025 ആദ്യം തന്നെ സംവിധായകനെ സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടാകും. രാജ്യത്തെ 10 പ്രധാന സംവിധായകരുമായി സംസാരിച്ച ശേഷമാണ് ഒരാളെ നിശ്ചയിച്ചത്. മലയാളിയല്ലാത്ത ഈ സംവിധായകൻ എംഡിയുടെ കഥകളോട് ഏറെ ആഭിമുഖ്യം പുലർത്തുന്നയാളാണ്. അടുത്ത മാസത്തോടെ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കും.